എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നതിന് പകരം കൊലച്ചോറ് കൊണ്ടുവന്നിരിക്കും. എന്റെ മകൻ ചോറ് കൊടുത്തുള്ള ജോലി വേണ്ടടാ പറഞ്ഞത്. ഇത്രയൊക്കെ ദിനേ ദിനേന്നല്ലേ ആദ്യം മൂത്ത് തലയ്ക്ക് മോശമായിപ്പോ. ആദ്യസ്ഥിതിക്ക് പുറത്തു പോകുന്നതാണ് നല്ലത്. വേണോ വേണ്ടോ ഞങ്ങൾ തീരുമാനിച്ചോ. അതെ, നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവരെ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് മാന്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. എന്തിനാ അവര് വന്നത്? ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരുന്നു. ആദ്യമേ തന്നെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞതാ. എഴുതി കൊടുക്കുകയും ചെയ്തു. ഇന്നൊരു പുതിയ ഓഫറുമായാണ് വന്നിരിക്കുന്നത് അവരോടിൽ നിന്ന്. ഈ ബോർഡ് മെമ്പർക്ക് കൊല്ലപ്പെട്ട ചീഫ് എഞ്ചിനീയറുടെ കുടുംബത്തോട് ഇത്രയ്ക്ക് സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ തോന്നാൻ പ്രത്യേകിച്ച് വല്ല കാരണവും? എനിക്കറിയില്ല സാർ. ഞാനൊരു ഗ്രാജുവേറ്റ് മാത്രമായതുകൊണ്ട് ബോർഡിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞു. അവരും പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് നല്ലൊരു പോസ്റ്റ് വാങ്ങിത്തരണമെന്നാണ് അവരുടെ വാഗ്ദാനം. നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജോലിയുടെ ആവശ്യമുണ്ടോ? ബോർഡിലെ ഒരു ചീഫ് എഞ്ചിനീയർക്ക് പണം വാരാൻ ധാരാളം സോഴ്സുകളുള്ള സ്ഥിതിക്ക് തിരുമൽപ്പാട് ഒരുപാട് സമ്പാദിച്ചാണല്ലോ. അദ്ദേഹം അത്രയ്ക്ക് അടപ്പത്തിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ അദ്ദേഹം സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ശരി, നിങ്ങളറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുറപ്പുള്ള സ്ഥിതിക്ക് ഈ ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വേണ്ടേ മിസ്സസ് തിരുമൽപ്പാട്? ആ, ഏത് ബാങ്ക് ലോക്കറിന്റെ കീ ആയത്? ഞാനൊരു ലോക്കറിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഈശ്വരനാണ് സത്യം, എന്നെ വിശ്വസിക്കണം. നിങ്ങളെ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ പണമോഹത്തിനും ആർഭാട ജീവിതത്തിനും വേണ്ടി നിങ്ങൾ തിരുമൽപ്പാടിനെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിച്ചു നിഷേധിക്കാൻ പറ്റുമോ? എനിക്കൊന്നും മനസ്സിലായിപ്പോ. ആദ്യ അന്വേഷണത്തിൽ വന്ന കമ്മീഷണറേക്കാൾ ഒട്ടും മോശമില്ല അസിസ്റ്റന്റ് കമ്മീഷണറും. നിങ്ങൾക്ക് ആരും രക്ഷിക്കണം. അതിനിതുപോലുള്ള കള്ളക്കഥകൾ തടച്ചുണ്ടാക്കി സത്യം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ താക്കോൽ ഞാൻ ഉണ്ടാക്കിയ കള്ളക്കഥയല്ല. തിരുമൽപ്പാട് മരിക്കുമ്പോൾ അയാളുടെ ദേഹത്തുണ്ടായിരുന്നത് ഇതൊരു ലോക്കറിന്റെ കീ ആണെന്ന് തെളിഞ്ഞത് ഇന്നാണ്. ഈ ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. മറിച്ച് ആ വിശ്വാസം തകർത്താൽ യു വിൽ സഫർ വെരി ബാഡ്. അബൂട്ടി, സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സത്യനാടാറില്ല. കണ്ടതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. മറന്നിട്ട് വേണ്ടേ സാർ ഓർമ്മിക്കാൻ? എന്താ ഉണ്ടായത്? ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് അയാൾ ഇവിടെ വന്നത്. വണ്ടി ഇതേ അവിടെയാ പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മാറ്റിയിട്ടേക്കാമെന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് ഒരു പെട്ടി എടുത്തുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. ഈ റോഡ് ക്രോസ് ചെയ്ത് തിരുമൽപ്പാട് എങ്ങോട്ട് പോകാൻ വന്നതായിരിക്കണം? ആ നേരെ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ മറ്റും പോയതായിരിക്കും സാർ. സ്പോട്ടിൽ ആദ്യം എത്തിയതാരാ? കമ്മീഷണർ മായാപിള്ള മേഡം. സംഭവം നടന്ന എത്ര മിനിറ്റിനുള്ളിൽ? ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് അവരെത്താൻ നിങ്ങൾ അവരെ വിളിച്ചറിയിച്ചോ? ഇല്ല സാർ, ഇവരെങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. സ്പോട്ടിൽ കമ്മീഷണറുടെ റിയാക്ഷൻ? കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവരാകെ പരിഭ്രമിച്ചിരുന്നു സാർ. അങ്ങനെ തോന്നാൻ കാരണം? എനിക്കങ്ങനെ തോന്നി സാർ. താൻ പറ്റിയോ സാർ? അബൂട്ടി സാർ, തിരുമൽപ്പാടിന്റെ ലക്ഷ്യം സൂപ്പർ മാർക്കറ്റിലെ പരിപ്പും പപ്പടമൊന്നുമല്ല, അവിടെ തന്നെയുള്ള മറ്റേതെങ്കിലും വാതിലായിരിക്കണം. ആകാം സാർ. തനിക്ക് പള്ളിക്കാരൻ മാത്രം നോക്കിയാൽ മതി, എനിക്കത് പോരണേ. കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവനാ ഞാൻ. 101 നെയ്യപ്പത്തിന് എന്തുവാ രൂപ 200 ചെലവ്. അയ്യോ, താൻ കത്തനാരോട് പറഞ്ഞാൽ മതി. ഇന്ന് അവധി ദിവസമായിട്ട് പോലും ഞാൻ അവിടെ ബാങ്കിൽ നിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ശൃംഗാരം കേൾക്കാനല്ല. എന്നെ ഉപദ്രവിക്കാതെ താനൊന്ന് ഫോൺ വെച്ചിട്ട് പോടാവേ. హలో ఈ పచ్చగారు నమస్కారాలు బాగున్నారా? నేను బిజినెస్ కోసం చెప్పు. സോറി ഞാൻ 1-2 മാസമായിട്ട് അങ്ങ് ആന്ധ്രയിലായിരുന്നു, അതുകൊണ്ടായി തെലുങ്ക്. ഈ പച്ചന എന്നെ മനസ്സിലായില്ലായോ?
എവിടെയോ കണ്ട് നല്ല പരിചയം, ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ആദിമൂലം, മൂലമറ്റത്താ വീട്. മൂലച്ചായനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. മൂലച്ചായനല്ല, ആദിച്ചായൻ. ആദിച്ചായൻ എന്നാത്തിന് ആന്ധ്രയിൽ പോയേ? അവിടുത്തെ ചത്തുപോയൊരു നേതാവിന്റെ 2ാം ഭാര്യയുടെ നമ്പർ 2 മാറ്റുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ കച്ചവടം അതാണല്ലോ. ചോളം വല്ല പെൺവാണിവോ മറ്റോ ആന്നോ? അതല്ല ചായ, നമ്പർ 2 മനസ്സിലായില്ലേ? കണക്കിലില്ലാതെ പണം, ബ്ലാക്ക് മണി, ബ്ലാക്ക് മണി. ഓ ഉണ്ട, അങ്ങനെ പറ. ഉണ്ടയോ? ആ, ഈ ബ്ലാക്ക് മണിക്ക് ഞങ്ങൾ പറയുന്നു ഓട് ഉണ്ട എന്നാ. ഒരു ഉണ്ട 10 ലക്ഷം. ആഹാ, 2 ഉണ്ട വീതം അവർക്കുണ്ട്, മൊത്തം 40 ലക്ഷം. ഞാൻ അവരെ ഇങ്ങോട്ട് വളച്ചോണ്ടുന്നത് ഉണ്ട 4 പെട്ടിയിലോട്ട് എന്റെ കമ്മീഷൻ ഇങ്ങടാ ചായ. കമ്മീഷനൊക്കെ ഞാൻ തരത്തില്ലായോ. ആദ്യം ഇവരാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിട്ടാ. 2 പേരും തമിഴ്നാട്ടുകാരാ. ഇവര് വന്ന് കുപ്പത്ത് രാജ MLA. അനാ മാവട്ടം ചൊല്ല മാട്ടെ, സീക്രട്ട്. പിന്നെ നഹക്കട നാദമുനി ചെട്ടിയാരെന്ന് കേട്ടിട്ടുണ്ടോ? ഓ, അദ്ദേഹമാണോ ഇദ്ദേഹം? അദ്ദേഹമല്ല ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ മകൻ കട്ടബൊമ്മ ചെട്ടിയാരാണ് ഇദ്ദേഹം. ഒന്നും പേടിക്കണ്ട, ഇവരുടെ ഉണ്ട് ഇവിടെ സേഫ് ആയിരിക്കും. മാസാമാസം പലിശ കൃത്യമായി അങ്ങ് അയച്ചു തരും. വിഷയത്തെ പറ്റി ഇപ്പൊ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടല്ലേ? അയ്യോ, ലോക്കർ ഫെസിലിറ്റി നമുക്ക് ഇല്ലല്ലോ. എന്നാ പോ. അയ്യോ വേണ്ട, ഇവര് അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ, നമ്മൾ ഹെൽപ്പിംഗ് ഉണ്ടായോ? എന്നതാ ഉരുപ്പടി? തങ്കക്കട്ടി, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. എമ്പടി കാണുമായിരിക്കും. എമ്പടി ഒന്നുമില്ല, ഒരു 10-20 കിലോ കാണും. എന്റെ പരുമല തിരുമേനി, ഇവിടെ വേണ്ട, നമുക്ക് സ്ട്രോങ് റൂമിലേക്ക് പോകാം. ഇവിടെ നിൽക്കും. എന്ന് പറഞ്ഞട്ടെ, നോക്കി നോക്കി ഇപ്പൊ തന്നെ നമുക്ക് ലോക്കറി വെക്കാം. ഒരു ജി മുന്നിട്ട് വരും, ഒരു ജി ഇവിടെ ഉണ്ടാവും. ഉണ്ട് ഇവിടെ വെച്ച് തന്നെ എണ്ണിയെടുക്കാം. പെട്ടി പറഞ്ഞാട്ടെ. എന്നതാ ഇത്? അരിയുണ്ടയോ? എന്താ ഇത്? അപ്പൊ നിങ്ങൾ ഇന്ത്യയുടെ വന്നവരല്ലയോ? ഇന്നു മുതൽ തന്നെ ഗോതമ്പുണ്ട തിരിക്കാണ് ഞങ്ങളുണ്ട്. പോലീസുകാരാണോ? അല്ല, പട്ടക്കാര്. എന്താ, എനിക്ക് കുമ്പസാരിക്കണം? ബോംബ് പൊട്ടി മരിച്ച തിരുമുൽപ്പാടിന്റെ ഇവിടുത്തെ ലോക്കറിന്റെ കീ ആയത്. ഈ പച്ചന് ഓർമ്മ വരുന്നില്ല. അബൂട്ടിയെ ഇല്ല, ഉപദ്രവിക്കില്ല, പക്ഷേ സഹകരിക്കണം. എന്നാൽ ഇതിന്റെ മാച്ചിങ് കീ എടുത്ത് ആ ലോക്കർ ഉറക്ക് വേഗം. അതെല്ലാം ഇങ്ങനെ എടുക്കണോ? തിരുമുൽപ്പാടിന്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് റോയൽ പർച്ചേസ്. ഈ ഫ്ലോപ്പി ഡിസ്കിന് പല കഥകളും പറയാനുണ്ടാവും സാർ. ഉണ്ടാവും. ലെറ്റർ. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ. ഫീ ഫോർ സർവീസ് 7 lakhs. തിരുമുൽപ്പാട് എന്നാ ഇതൊക്കെ ഇവിടെ കൊണ്ട് തന്നത്? അദ്ദേഹം പടക്കം മുട്ടി ചത്തതിന്റെ 2 ആഴ്ച മുമ്പ്. നിങ്ങൾ എന്നാ അവസാനമായി അങ്ങനെ കണ്ടത്? ഈ ഉരുപ്പടികൾ ഇവിടെ കൊണ്ടുവന്ന ദിവസം 3 ആഴ്ച കഴിഞ്ഞ് 4 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഉണ്ടളാവെന്ന് പറഞ്ഞു പോയതാ. വരാമെന്ന് പറഞ്ഞ ദിവസം അദ്ദേഹം പടക്കം മുട്ടി ചത്തത്. അബൂട്ടി, ഇതൊക്കെ അങ്ങോട്ട് എടുത്തോളുക. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതും ഇതൊക്കെ കണ്ടതും നമ്മൾ 4 പേരല്ലാതെ വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ അകത്ത് കിടന്ന് അന്ന് തൊട്ട് ഉണ്ട തിന്നേണ്ടി വരും. മുടിയൊക്കെ കൊയ്യല്ലേ, ഉപയോഗം വരും. ഇരിക്കട്ടെ. ഈ റെഡ് സർക്കിളിനുള്ളിൽ കാണുന്ന 2 പാർട്സ് ആണ് കേടായത്. കേടായതല്ല, തിരുമുൽപ്പാട് കേടാക്കിയിരിക്കുന്നത്. സ്വന്തം മക്കളെപ്പോലെ എന്ന് ബോർഡ് മെമ്പർ മൂസ വിശേഷിപ്പിച്ച ജനറേറ്ററുകൾ ആദ്യത്തേത് തിരുമുൽപ്പാട് അതിവിദഗ്ധമായി കേടാക്കിയത് 19/1/94 21/1/94 തിരുനെൽവേലിയിലെ 315 ഏക്കർ സ്ഥലം തിരുമുൽപ്പാടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതുൾപ്പെടെ തിരുമുൽപ്പാട് വാങ്ങിയിട്ടുള്ള എല്ലാ അസറ്റുകളുടെയും സോഴ്സ് പവർ ഓൺ നൽകിയ കൈക്കൂലിയാണ്. 2ാമത്തെ ജനറേറ്റർ നശിപ്പിച്ചതിന്റെ കൈക്കൂലിയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുത്ത പെട്ടിയിൽ തന്നെ ആവണം ഈ ബോംബ് വെച്ചിരുന്നത്. അല്ല, അങ്ങനെ സംശയിക്കാൻ കാരണം ഈപ്പച്ചന്റെ പൂമുറ്റത്ത് ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ തിരുമുൽപ്പാട് വരുമെന്ന് പറഞ്ഞ ദിവസം, ഗോപിനാഥൻ തിരുമുൽപ്പാടിന് പാർട്ടി കൊടുത്ത ദിവസം, തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം, ഇത് 3ഉം ഒറ്റ ദിവസമാണ്. തിരുമുൽപ്പാട് പലപ്പോഴായി ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും ഒക്കെ പോയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ണിമാറ ട്രാവൽസിന് കിട്ടുമോ? എല്ലാം പവറാണിന്റെ വക. മരണത്തിന് മുമ്പ് തിരുമുൽപ്പാട് കുടുംബസമേതം നടത്തിയ യാത്രയ്ക്ക്
ഏതാണ്ട് 65,000 രൂപയോളം ചിലവായിരുന്നു. ആ ടിക്കറ്റിന്റെ ചാർജ് പേ ചെയ്തിരിക്കുന്നത് പറയണം. ഓസിന് ടിക്കറ്റ് കിട്ടിയപ്പോ അതിന്റെ കേരളത്തിൽ കാശിയിലും ഗംഗയിലും ഒക്കെ മുങ്ങിക്കുളിച്ച് ചെയ്ത വഞ്ചനയുടെ പാപം തീർക്കാവുന്ന തിരുമുൽപ്പാട് കരുതി കാണും. ഒടുക്കം പവറാണന്റെ കേരളത്തിൽ ഒരു അഗ്നിശക്തി ആളോടലോടെ സ്വർഗത്തെത്തി കാണും. പവറോണും തിരുമുൽപ്പാടും തമ്മിൽ ഒരു ഹെൽത്തി കണക്ഷൻ ഉള്ളതെങ്കിൽ എന്തിനാ ഒരാളെ കൊല്ലണം? കേടായ ജനറേറ്ററുകളുടെ ടെക്നിക്കൽ നോഹോ അറിയുന്ന ഒരേ ഒരാൾ തിരുമുൽപ്പാടാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പവറോൺ പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു. താൻ പവറോണിനുണ്ടാക്കി കൊടുത്ത ലാഭത്തിന്റെ കണക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പൊന്മുട്ടകൾ ആവശ്യപ്പെട്ട് കാണും ഈ തിരുമുൽപ്പാട്. അവിടെ പവറോൺ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു. കേടാക്കപ്പെട്ട ജനറേറ്ററുകൾ ഒരിക്കലും നന്നാകരുതെന്നും വീണ്ടും നന്നാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ വസൂലാക്കാൻ തിരുമുൽപ്പാട് ജീവനോടെ ഉണ്ടാകരുതെന്നും അവരങ്ങ് തീരുമാനിച്ചു. ആ തീരുമാനം എവിടെ വെച്ച് ആരെടുത്തു എന്നാണ് ഇനി നമ്മൾ തെളിയിക്കണം. അതിന് തിരുമുൽപ്പാടിന്റെ അവസാനത്തെ വിരുന്നിലെ നമ്മൾ ഒഴിവാക്കി നിർത്തിയ ഒരു അതിഥി കമ്മീഷണർ മായാപ്രസാദ്. Don't play with a gun, ma'am. It's deadly dangerous. What the bloody hell do you want? We want some sacred secrets from you. നമുക്ക് അകത്തോട്ട് സൗകര്യമായിട്ടിരുന്ന് സംസാരിക്കാം. ഒഫീഷ്യൽ മാറ്റർ സംസാരിക്കാനാണെങ്കിൽ എനിക്കൊരു ഓഫീസുണ്ട്. ഓഫീസ് ഫോർമാലിറ്റീസ് ഉണ്ട്. Come to the proper channel. നിങ്ങളിൽ നിന്ന് ലീഗൽ അഡ്വൈസ് സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങൾ. ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആക്ടിവിറ്റീസിന് കൂട്ടുനിന്ന് അവനിൽ നിന്ന് പണം പറ്റി അവന് വേണ്ടി തെളിവുകൾ വളച്ചൊടിച്ച് കേസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ കമ്മീഷണറുടെ അടുത്ത് വരാൻ ചാനൽ ഇത്രയ്ക്കൊക്കെ പ്രോപ്പറായാൽ മതി. Shut your mouth. പിന്നെന്താ? പക്ഷെ എന്റെ വായ മൂടിക്കെട്ടുന്നതിന് മുമ്പ് ഈ പെട്ടി ഒന്ന് തുറന്നു കാണണം. അബൂട്ടി സർ, നിങ്ങൾക്കെതിരായുള്ള എവിഡൻസുകളാണിത്. മണി പവർ കൊണ്ടും പൊളിറ്റിക്കൽ പവർ കൊണ്ടും ഇനി നശിപ്പിക്കാൻ കഴിയാത്ത തെളിവുകൾ. അവച്ചൊന്ന് മാറട്ടെ. മണിക്കൂറുകൾക്ക് മുമ്പ് പവർ ഓൺ ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ച ഞങ്ങൾ അറിഞ്ഞു. മാഡം ഒന്നും ഓർക്കണം, IPS റാങ്കിലുള്ള നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് ട്രിബ്യൂണലിന്റെ സഹായം ആവശ്യമുള്ളൂ. കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല, നിങ്ങളുടെ പോലും. ഇവിടെ ഒന്നും ആലോചിക്കണം മാഡം. ഓടാനും ഒളിക്കാനും ഒരു വഴിയില്ല. എല്ലാ മാർഗവും അടച്ചുപൂട്ടിയിട്ടാണ് ഞങ്ങൾ മാഡത്തിന്റെ ഈ നാളത്തിലെത്തിയിരിക്കുന്നത്. ഞങ്ങളോട് സഹകരിക്കുക, അതേ നിവർത്തിയുള്ളൂ. റോൾ നമ്പർ മൂസാഖാന്റെ മുദ്രാവാക്യം പോലെ ഹെൽപ്പ് us to help you. ഏറെ അഭിമാനത്തോടും അതിലേറെ ആവേശത്തോടും IPS തൊട്ട് തലയിൽ അണിഞ്ഞവളാണ് ഞാൻ. അതിന് എനിക്കൊരു ബേർഡനായിരിക്കുന്നു. ആ ബേർഡൻ എനിക്ക് ഇറക്കി വെക്കണം. ആരൊക്കെ റിമോട്ടിലൂടെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ്. അതാണ് ഇന്ന് ഞാൻ. ആരൊക്കെയോ എന്ന് പറയുന്നതിനേക്കാൾ കണ്ണൻ മേനോൻ, DGP പിള്ള, ഗോപിനാഥൻ, ബോർഡ് മെമ്പർ മൂസ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമായി. അതെ, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് തിരുമുൽപ്പാട് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും നിങ്ങൾക്കറിയാം. യെസ്, എനിക്കറിയാം. തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം പൗറാണിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പാർട്ടി നടന്നിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ആ പാർട്ടിയിൽ മൂസയും DGP പിള്ളയും MP ഗോപിനാഥനും ഉണ്ടായിരുന്നു. ഹലോ മായ. Many happy returns of the day. ഹലോ മായ. പ്രോട്ടോകോൾ ഒന്നും നോക്കണ്ട. ഇഷ്ടമാണെങ്കിൽ ഒരു സ്മാൾ കഴിക്കാം. ചാണ്ടി കയറി വെള്ളം മൂത്തപ്പോ ഇതുപോലൊരു പെണ്ണിനെ കയറി പിടിച്ചതിന് ഒരുത്തൻ കോടതി മുഴുവൻ കയറി ഇറങ്ങി മാപ്പ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടക്കുക. ഓർമ്മ വേണം സാറേ, ഓനും ഒരു DGP-യാ. വാടോ വാടോ.
തിരുമുൽപ്പാട് വന്നില്ലേ ഇതുവരെ? വരും. ജനറേറ്റർ കേടാക്കിയതിന്റെ കൂലി കണക്ക് പറഞ്ഞു വാങ്ങിക്കൊണ്ട് പോകാൻ അയാൾ ഇപ്പൊ എത്തും. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 2 ജനറേറ്ററുകൾ നിശ്ചലമാക്കിയതിന് 30 ലക്ഷം അവന് പോരത്രേ. ഇനി ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ കാശ് കൊടുക്കണമെന്ന്. വെള്ളപ്പൊക്കം വന്നാലും ശരി, ഡാമിൽ വെള്ളമില്ലാതാക്കാനുള്ള വിദ്യയും അയാൾ പറഞ്ഞു തരാമെന്ന്. ആ ഓം പറഞ്ഞു തരാമെന്ന് നമ്മക്കറിയാം. ഇവൻ എന്താ കരുതിയിരിക്കുന്നത്? അവരുടെ ഉമ്മാന്റെ പണ്ടാരത്തിനെ കൊണ്ട് കടൽ താഴ്ത്തിയാലോ? അരമണിക്കൂർ, വെറും അരമണിക്കൂർ മതി തിരുമുൽപ്പാട് വായടയ്ക്കാൻ. നമ്മൾ കൊടുക്കുന്ന പണത്തോടൊപ്പം ഒരു സമ്മാനം കൂടി കൊടുക്കാൻ പവറോൺ തീരുമാനിച്ചു. അതേ പെട്ടിയിൽ ഒരു കുഞ്ഞു ടൈം പോകുമ്പോ ഞാനിത് സമ്മതിക്കില്ല. നീ മിണ്ടരുത്. നീയും ഞങ്ങളും തമ്മിലുള്ള ധാരണ അതാണ്. കേരളത്തിൽ നടന്ന 4 ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ടിൽ SP മായാപ്പിള്ളയുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. അത് മറക്കണ്ട. കുറച്ചു കാലമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്കൊരു മനംമാറ്റം. ഈ ബോംബ്ലാസ്റ്റിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നല്ലേ? ഇല്ലല്ലാതെ. ഞങ്ങളെ കാണപ്പെട്ട ദൈവമല്ലേ തിരുമുൽപ്പാട് സാറ്. പിന്നെ വല്ലാതെ ഒന്ന് സൂപ്പിക്കല്ലേ പിള്ളച്ചാ. ഇനി പുഷ്പാഞ്ജലിയും പാലാഭിഷേകം നടത്താത്ത കുറവേ ഉള്ളൂ. തനിക്കൊരു രക്താഭിഷേകം നടത്തി ശുദ്ധി വരുത്താനാ ഞങ്ങളുടെ പ്ലാൻ, അല്ലേ പിള്ളച്ചാ? ഞാൻ ചോദിച്ച കാശ് എവിടെ? 1-2 രൂപയുടെ ലാഭമല്ലോ ഉണ്ടാക്കി തന്നത്. അതങ്ങ് കൊടുക്കരുതോ ഗോവിക്കുട്ട? ഒന്നതെ ബ്ലാക്കാ വൈറ്റാണെന്നറിയാം. കള്ളനോട്ടൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് പോലെ കള്ളമില്ലാത്തതാ ഞങ്ങളുടെ നോട്ടും, അല്ലേനതാ? പിന്നെ നോണൊന്നുമില്ലേ? നോൺ വെജും വെജും AC-യിലും നോൺ AC-യിലും വേണ്ട വിധത്തിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? 20 സാറിന് കാര്യം. ആ പിന്നെ കസ്റ്റഡിയിലെടുക്കാം, അറസ്റ്റ് ചെയ്യാം. ട്രൈബ്യൂണലിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട. ഞാൻ സ്വയം കീഴടങ്ങുന്നു. എന്നോട് സുപ്പീരിയർ ഓഫീസർ എന്നുള്ള ബഹുമാനം വേണ്ട, ഒരു കുറ്റവാളിയോടുള്ള പരിഗണന മതി. ഇല്ല, മാഡത്തെ ഞങ്ങൾ മാപ്പുസാക്ഷിയാക്കാം. ഈ നിമിഷം മുതൽ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. പക്ഷേ വലയ്ക്ക് പുറത്ത് നിൽക്കുന്ന തിമിംഗലങ്ങൾ അകത്താകുന്നതുവരെ നമ്മൾ 4 പേരൊഴിച്ച് മറ്റൊരാളത് അറിയരുത്. പ്രത്യേകിച്ച് കേരള പോലീസിലെ ഏമാന്മാർ. മനസ്സറിഞ്ഞാണ് ഈ കുറ്റസമ്മതമെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങൾ ധരിക്കുന്ന മുദ്ര വെച്ച തൊപ്പിയെ വിശ്വസിച്ച് ഞങ്ങൾ പോകുന്നു. ഉള്ളിൽ ചതച്ച് രക്ഷപ്പെട്ടു പോയാലും ഞാൻ എനിക്ക് വിധിക്കുന്ന ശിക്ഷ മരണമാണ്. യൂണിഫോം അണിഞ്ഞ് നീതി നടത്താൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ നീതി കാണിക്കണം. നിയമത്തിന് ഞാൻ കീഴടങ്ങും.